ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ ടോപ്പിക്ക് ഈ ഒരു കറണ്ട് സിറ്റുവേഷനിൽ നിങ്ങളുടെ പേഴ്സൺ എന്താണ് നിങ്ങളോടായി പറയാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ എന്നുള്ളതാണ്. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ദയവായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടമായാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്, അതുപോലെ ജെൻഡർലെസ്സുമാണ്, ടൈംലെസ് വീഡിയോ ആണ്. ഈ വീഡിയോ നിങ്ങളെപ്പോൾ കാണുന്നു ആ ഒരു ടൈം മുതൽ വാലിഡ് ആയിരിക്കുന്നതാണ്. ജനറൽ റീഡിംഗ് ആയതുകൊണ്ട് എല്ലാ പേർക്കും ഒരുപോലെയൊന്നും റെസനേറ്റ് ആവില്ല. നിങ്ങളുടെ സിറ്റുവേഷനായിട്ട് മാച്ചാകുന്നുണ്ടെങ്കിൽ മാത്രം പോസിറ്റീവായിട്ട് എടുത്താൽ മതി, അല്ലാത്ത കാര്യങ്ങൾ വിട്ടേക്കുക. നിങ്ങൾ ഡീപ്പായിട്ട് മെഡിറ്റേറ്റ് ചെയ്യുക, കോൺസെൻട്രേറ്റ് ചെയ്യുക, പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്യുക. എന്നതിന് ശേഷം വീഡിയോ തുടർന്ന് കാണുക. ഓക്കെ, നമുക്ക് നോക്കാം ഈ ഒരു സമയത്ത് നിങ്ങളുടെ പേഴ്സൺ എന്താണ് നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത്. ഈ ഒരു കറണ്ട് സിറ്റുവേഷനിൽ നിങ്ങളുടെ പേഴ്സൺ എന്താണ് നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത്. ഓക്കെ, വുഡ് ലൈക്ക് ടു ടെൽ യു റൈറ്റ് നൗ. ഈ ഒരു സമയത്ത് ഈ വ്യക്തി എന്താണ് നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത്. What do they think about you and what they want to tell you right now? അവർക്ക് എന്തൊക്കെയാണ് നിങ്ങളോട് പറയാനായിട്ടുള്ളത് എന്നുള്ളതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഈ വ്യക്തി എന്തായിരിക്കും നിങ്ങളോട് ഈ ഒരു സമയത്ത് പറയാൻ ആഗ്രഹിക്കുന്നത്. What do they think about you? To tell you right now. എന്താണ് ഈ വ്യക്തി നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത്. ക്യൂൻ ഓഫ് പെൻഡക്കിൾസ് എന്നുള്ള ഒരു കാർഡാണ് മാസ്റ്റർ കാർഡായിട്ട് വന്നിരിക്കുന്നത്. ഓക്കെ, നമുക്ക് ബാക്കി കാർഡ്സ് കൂടി നോക്കാം. ഓക്കെ, 2 ഓഫ് കപ്സ് ആണ് നമ്മൾ ഫസ്റ്റ് കാർഡായിട്ട് വന്നിട്ടുള്ളത്. ദെൻ നൈറ്റ് ഓഫ് സോർഡ്സ് ആൻഡ് ദെൻ ഏസ് ഓഫ് പെൻഡക്കിൾസ് ആൻഡ് പേജ് ഓഫ് കപ്സ് ആൻഡ് ദെൻ 4 ഓഫ് wands, 10 ഓഫ് സോർഡ്സ്, the wheel of fortune and the fool card. ഓക്കെ, തീർച്ചയായിട്ടും ഈ ഒരു സ്പ്രെഡ് നിങ്ങൾ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് ആ ഒരു എനർജി എത്രത്തോളമാണെന്നുള്ളത് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ടാവാം. ഫസ്റ്റ് കാർഡ് തന്നെ നമുക്ക് 2 ഓഫ് കപ്സ് ആണ് വന്നിരിക്കുന്നത്. സോ ഈ വ്യക്തി ഏറ്റവും കൂടുതൽ ഇപ്പോൾ ആഗ്രഹിക്കുന്നതും നിങ്ങളോട് തുറന്നു പറയാൻ ഇഷ്ടപ്പെടുന്നതുമാണ് നിങ്ങളുമായിട്ട് ഒരുമിച്ചുണ്ടാകുന്നൊരു ലൈഫ് സിറ്റുവേഷൻ. അവർ അത്രത്തോളം ആ ഒരു ബന്ധം ദൃഢമാക്കാൻ ആഗ്രഹിക്കുന്നു എന്നുള്ളതാണ് ഫസ്റ്റ് കാർഡ് നമുക്ക് വ്യക്തമാക്കി തരുന്നത്. അതുപോലെ തന്നെ സാഹചര്യങ്ങൾ എന്തു തന്നെ ആയിരുന്നാലും ഈ വ്യക്തി വളരെ ശക്തമായിട്ട് നിങ്ങളിലേക്ക് തിരികെ വരുന്നു എന്നുള്ളതാണ് സെക്കൻഡ് കാർഡിൻ്റെ എനർജി നമുക്ക് വ്യക്തമാക്കി തരുന്നത്. അതുപോലെ തന്നെ ഈ ഒരു സാഹചര്യത്തിൽ നിങ്ങൾക്കിടയിൽ എന്താണോ പ്രതിബന്ധമായിട്ടുണ്ടായിരുന്നത് ആ സാഹചര്യം പൂർണ്ണമായിട്ടും മാറിപ്പോകുന്നതായിട്ട് കാണുന്നുണ്ട്. സോ ഈ വ്യക്തിയുടെ ഭാഗത്തു നിന്നും പുതിയൊരു അപ്രോച്ച് ഉണ്ടാവും. ഈ വ്യക്തി എല്ലാ കാര്യങ്ങളും ചിലപ്പോൾ നിങ്ങൾക്കിടയിൽ വളരെയധികം സ്ട്രഗിൾസ് ഉണ്ടായി, അല്ലെങ്കിൽ വളരെയധികം കോൺഫ്ലിക്ട്സ് ഒക്കെ നടന്ന് സെപ്പറേഷനിലായിരിക്കുന്ന ഒരു സമയമായിരിക്കാം. എന്ത് തന്നെയായിരുന്നാലും ആ വ്യക്തിയായിട്ട് തന്നെ ഒരു ആക്ഷൻ എടുക്കാൻ ഇപ്പോൾ ഡിസിഷൻ എടുത്തിരിക്കുകയാണ്. ആ വ്യക്തിയായിട്ട് തന്നെ മുന്നോട്ട് ഈ കാര്യങ്ങൾ നീക്കാൻ ആഗ്രഹിക്കുകയാണ്. ഓക്കെ, അവരുടെ ഭാഗത്ത് മിസ്റ്റേക്കുകൾ ഉണ്ടായിരുന്നു എന്ന് അവരിപ്പോൾ സ്വയം മനസ്സിലാക്കിക്കൊണ്ട് തന്നെ ആണ് നിങ്ങളിലേക്ക് തിരികെ വരാനായിട്ട് ആഗ്രഹിക്കുന്നത്. അവരിപ്പോൾ ഏതൊരു സാഹചര്യത്തിലായിരുന്നാൽ പോലും നിങ്ങളെ ഡൗട്ട് ചെയ്യുന്ന പോലെ അവർ നിങ്ങളെ മറന്നിട്ടില്ല. നിങ്ങളെ വിട്ടു പോകാൻ അവർ ആഗ്രഹിക്കുന്നുമില്ല. നിങ്ങൾക്ക് ഒരുപാട് പേർക്കും ഈ ഒരു ടെൻഷനാണ്. ഈ ഒരു സെപ്പറേഷൻ ടൈമിൽ അവർ നിങ്ങളെ ഉപേക്ഷിച്ച് പോകുമോ, അവർ മറ്റേതെങ്കിലും റിലേഷൻഷിപ്പിലേക്ക് മൂവ് ചെയ്യുമോ എന്നൊക്കെ ചിന്തിച്ചിട്ടുള്ള വ്യക്തികളുണ്ട്. പക്ഷെ അങ്ങനെ ഒന്നും തന്നെ ഇല്ല. അവർ ഇത്രയും നാളുകളായിട്ട് പോലും ഇത്രയും ഒരു സെപ്പറേഷൻ ടൈം പീരീഡ് ചിലപ്പോൾ ഓവറായിട്ടുണ്ടാവാം, ഒരുപാട് നാളായിട്ടുണ്ടാവാം. എങ്കിലും പോലും അവർ നിങ്ങളെക്കുറിച്ചുള്ള ഓർമ്മകൾ ഒരിക്കലും അവരിൽ നിന്ന് മായ്ച്ചു കളഞ്ഞിട്ടില്ല. ഓക്കെ, അവർ ഈ ഒരു നിമിഷം ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത് നിങ്ങൾക്ക് രണ്ടു പേർക്കും ഒരുമിച്ച് ചേർന്ന് സെലിബ്രേറ്റ് ചെയ്യുന്നൊരു മൊമെൻ്റ് ഉണ്ടാകണം എന്നുള്ളതാണ്. അതായത് അത്രത്തോളം ഒരു എനർജി, സന്തോഷകരമായിട്ടുള്ളൊരു മൊമെൻ്റ് തന്നെ റീക്രിയേറ്റ് ചെയ്യപ്പെടണം. മേ ബി ഈ ഒരു സാഹചര്യം നിങ്ങളുടെ റിലേഷൻഷിപ്പിലായിരുന്ന സമയത്ത് ഒരുപാട് തവണ നിങ്ങൾ രണ്ടുപേരും എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ളതാണ്. നിങ്ങൾ ചിലപ്പോൾ ഒന്നിച്ച് സെലിബ്രേറ്റ് ചെയ്ത ഒരു ഡേ ഉണ്ടായിരിക്കാം, അല്ലെങ്കിൽ ചിലപ്പോൾ നിങ്ങളുടെയോ നിങ്ങളുടെ പേഴ്സൻ്റെയോ ബർത്ത്ഡേ, അല്ലെങ്കിൽ നിങ്ങൾക്ക് പ്രഷ്യസ് ആണ് എന്ന് തോന്നുന്ന ആ ഒരു ദിവസത്തെ നിങ്ങൾ അത്രയും മനോഹരമാക്കിയ ഒരു ദിവസം ഉണ്ടായിരുന്നു. അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം തന്നെ ഇനിയും ലൈഫിൽ തിരിച്ചു വരണമെന്നിപ്പോൾ ഈ വ്യക്തി ആത്മാർത്ഥമായിട്ട് തന്നെ ആഗ്രഹിക്കുന്നുണ്ട്.
ഇപ്പോൾ ഈ റിലേഷൻഷിപ്പിൻ്റെ ഒരു സിറ്റുവേഷൻ എന്ന് പറയുന്നത് എല്ലാ കാര്യങ്ങളും അവസാനിച്ചു പോയി എന്നുള്ളൊരു ഫീലിങ്സിലാണുള്ളത്. അതായത് നിങ്ങളോ നിങ്ങളുടെ പേഴ്സണോ അങ്ങനെ ചിന്തിക്കുന്നുണ്ട്. എല്ലാ കാര്യങ്ങളും ഇനി ഒരിക്കലും പഴയതുപോലെ ആകില്ല എന്ന് ചിന്തിക്കുന്നവരുണ്ട്. നിങ്ങളോ നിങ്ങളുടെ പേഴ്സണോ ആയിരിക്കും, രണ്ട് പേരിൽ ഒരാളുടെ എനർജി എങ്ങനെയാണ് കാണുന്നത്. പക്ഷേ തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഉണ്ട് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ. അത് എന്ത് തന്നെ ആയിരുന്നാലും ഈ വ്യക്തി ആ സിറ്റുവേഷനെ മറികടക്കുന്നു എന്നുള്ളതാണ് നെക്സ്റ്റ് കാർഡ് നമുക്ക് വ്യക്തമാക്കി തരുന്നത്. സോ ഫസ്റ്റ് ഫൈനൽ കാർഡ് നോക്കൂ, ഇത് ഫുൾ കാർഡ്. അതായത് ഫുൾ കാർഡ് എപ്പോഴും ഒരു ന്യൂ ബിഗിനിങ്ങിനെയാണ് സൂചിപ്പിക്കുന്നത്. അതുകൊണ്ട് നിങ്ങൾക്ക് എക്സ്പെക്റ്റ് ചെയ്യാൻ കഴിയുന്നുണ്ട് ആ ഒരു തകർച്ചയിൽ നിന്നും ഒരു പുതിയ തുടക്കം ഉണ്ടാവുകയാണ്. എല്ലാ കാര്യങ്ങളും ചിലപ്പോൾ അങ്ങേയറ്റം വേസ്റ്റ് ആയിട്ടുള്ള ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ ഉള്ളത് എങ്കിൽ പോലും അവിടെ നിന്നും ഒരു റീസ്റ്റാർട്ട് ഉണ്ടാവുകയാണ്, ഒരു റീബർത്ത് ഉണ്ടാവുകയാണെന്നാണ് ഇവിടെ കാണുന്നത്. അങ്ങനെ ഒരു ഡിസിഷൻ ഈ വ്യക്തിയായിട്ട് തന്നെ എടുക്കുന്നുണ്ട്. ഓക്കെ, അവരുടെ മനസ്സിലിപ്പോൾ നിങ്ങൾക്ക് അത്രത്തോളം വലിയൊരു സ്ഥാനമാണ് അവർ കൊടുക്കുന്നത്. മേ ബി നിങ്ങൾ റിലേഷൻഷിപ്പിലായിരുന്ന സമയത്ത് അങ്ങനെ ഒരു ഫീലിങ്സ് അവർക്ക് ഉണ്ടായിരുന്നില്ല. നിങ്ങൾ എപ്പോഴും കൂടെ ഉണ്ടാവും, ഇതുപോലെ തന്നെ മുന്നോട്ട് പോകും എന്ന് അവർ ചിന്തിച്ചിരുന്നു. പക്ഷേ സാഹചര്യങ്ങൾ എന്തോ കൊണ്ട്, അല്ലെങ്കിൽ ചില വ്യക്തികളുടെ ഇടപെടലുകൾ കൊണ്ട് നിങ്ങൾ തമ്മിലുള്ള സെപ്പറേഷൻ ഉണ്ടായിപ്പോയി. പക്ഷെ അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടായപ്പോൾ പോലും അവരുടെ മനസ്സിൽ എപ്പോഴും നിങ്ങൾക്കൊരു വെളിച്ചം പോലെ നിങ്ങളുടെ സാന്നിധ്യം ഉണ്ടായിരുന്നു എന്നുള്ളതാണ് അവരിവിടെ വ്യക്തമാക്കുന്നത്. ഓക്കെ, നമുക്കൊന്നുകൂടെ ഒന്ന് ക്ലാരിഫൈ ചെയ്തിട്ട് നോക്കാം. ക്ലാരിഫിക്കേഷൻ അവരെന്താണ് ഈ ഒരു സമയത്ത് നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത്? Tell you right now. Yes, തീർച്ചയായിട്ടും ഈ ഒരു സെപ്പറേഷൻ ടൈമിൽ അവർ എക്സ്പീരിയൻസ് ചെയ്യുന്നത് അത്രത്തോളം അവർ ഇവിടെ എക്സ്പ്രസ് ചെയ്യുകയാണ്. ഓക്കെ, എത്രത്തോളം ആഴത്തിലാണ് അവർക്ക് ആ ഒരു വേദന അവരെ അനുഭവിക്കുന്നത് എന്നുള്ളതാണ് അവരിവിടെ പറയാൻ ആഗ്രഹിക്കുന്നത്. പക്ഷെ അങ്ങനൊരു സെപ്പറേഷൻ ടൈമിൽ പോലും എന്തൊക്കെയോ ചില ശക്തികൾ അവരെ തിരിച്ച് നിങ്ങളിലേക്ക് കൊണ്ടുവരികയാണ്. ഓക്കെ, അവരെ മറ്റു ചില ഫോഴ്സ് നിങ്ങളിൽ നിന്നും അകറ്റാൻ ശ്രമിക്കുന്നുണ്ട്. അത് മേ ബി ചില വ്യക്തികളുടെ ഇടപെടലുകളോ അല്ലെങ്കിൽ ചില സിറ്റുവേഷൻസോ ഒക്കെ ആയിരിക്കാം. അങ്ങനെയുള്ളൊരു സാഹചര്യത്തിൽ പോലും നിങ്ങളുടെ പ്രണയത്തിൻ്റെ ആ ഒരു തീവ്രത തന്നെയാണ്, അല്ലെങ്കിൽ ആ നിങ്ങളെക്കുറിച്ചുള്ള മെമ്മറീസ്, നിങ്ങളുടെ ആ പ്രണയം ഒക്കെ ഓർത്തിട്ട് തന്നെയാണ് ആ വ്യക്തിക്ക് ആ സാഹചര്യത്തിൽ നിന്നും തിരിച്ചു വരേണ്ടതായിട്ടുള്ള ഒരു ഫോഴ്സ് അവിടെ അവർക്ക് ഉണ്ടാവുന്നു. അവർക്ക് അങ്ങനെ ഒരു എനർജി ഉണ്ടാവുന്നു എന്നാണ് അവർ പറയുന്നത്. ഓക്കെ, അത്രത്തോളം ഒരു ഡീപ്പായിട്ടുള്ള സോൾ കണക്ഷൻ നിങ്ങൾക്ക് തമ്മിലുണ്ട്. യെസ്, അവരുടെ റിയൽ പെയിനാണ് ഇവിടെ എക്സ്പ്രസ് ചെയ്യുന്നത്. നോക്കൂ, അവർ എത്രത്തോളം ഹൃദയം തകർന്നാണ് അവർ ഓരോ ദിവസവും തള്ളി നീക്കുന്നത്. ഈ ഒരു സെപ്പറേഷൻ എന്ന് പറയുന്നത് അവർക്ക് താങ്ങാവുന്നതിലപ്പുറമായിട്ടുണ്ട്. മേ ബി അത് ഒരിക്കൽ പോലും അവർ നിങ്ങളുടെ മുന്നിൽ എക്സ്പ്രസ് ചെയ്തിട്ടില്ല. അതുപോലെ ഇപ്പോൾ ഈ ഒരു സിറ്റുവേഷനിൽ പോലും നിങ്ങൾക്ക് അതിനെക്കുറിച്ച് അറിയുന്നുണ്ടാവില്ല. പക്ഷേ അവരുടെ ആ ഒരു വേദന അത്രയും തീവ്രമായ രീതിയിൽ അവരിവിടെ എക്സ്പ്രസ് ചെയ്തിരിക്കുകയാണ്. നിങ്ങളെ നേടിയെടുക്കാൻ വേണ്ടി അത്രത്തോളം അവർ കഠിനമായിട്ട് പ്രയത്നിക്കുന്നുണ്ട്, മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അവർക്കറിയാം ഒരു എത്ര നാൾ കഴിഞ്ഞാലും നിങ്ങൾ തീർച്ചയായിട്ടും ഒന്നിച്ച് ചേരേണ്ട വ്യക്തികളാണ് എന്നുള്ളൊരു റിയലൈസേഷൻ ആ വ്യക്തിക്കുണ്ട്. തീർച്ചയായിട്ടും അവരുടെ മനസ്സിൽ ഉറച്ച തീരുമാനമാണ്. നിങ്ങൾ ഒരു ലൈഫ് പാർട്ട്ണറിനെ കുറിച്ച് അവർ ചിന്തിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് നിങ്ങളല്ലാതെ മറ്റൊരു വ്യക്തിയല്ല. ഇവിടെ നമുക്ക് ഉറപ്പിച്ച് പറയാൻ കഴിയുന്നൊരു കാര്യമാണ്. ഡെഫിനറ്റ്ലി ഈ വ്യക്തിയിൽ ഒരുപാട് ചേഞ്ചസ് ഉണ്ടാവുന്നുണ്ട്. നിങ്ങൾക്ക് ചിന്തിക്കാൻ പോലും കഴിയാത്ത രീതിയിൽ വളരെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള ചേഞ്ചസ് ആണ് ഈ വ്യക്തിയിൽ ഉണ്ടായിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അത്രയും നിങ്ങൾ അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ളൊരു മൊമെൻറ്റിൽ തന്നെ ഈ വ്യക്തി തിരിച്ചു വരും നിങ്ങളിലേക്ക്. ഓക്കെ, ഈ വ്യക്തിക്ക് നിങ്ങളോട് പറയാനുള്ള മെസ്സേജസ് എന്താണെന്ന് കൂടി നമുക്ക് നോക്കാം. ഓക്കെ, ഇപ്പോൾ അവർ അത്രയും ഡിപ്രഷനിലായിരിക്കുന്ന ഒരു അവസ്ഥയിലാണെന്നാണ് അവർ പറയുന്നത്. അവർക്കും നിങ്ങൾക്കും ഇടയിൽ ഉണ്ടായിരിക്കുന്ന ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് അവരെ അത്രയും ആഴത്തിൽ അവരുടെ ഹൃദയത്തിൽ മുറിവേൽപ്പിക്കുന്നുണ്ട് എന്ന് പറയുകയാണ്. ഓരോ ദിവസവും അവരിങ്ങനെ ഒറ്റപ്പെട്ടിരിക്കുന്ന സമയങ്ങളിൽ എപ്പോഴും അവർ നിങ്ങളെക്കുറിച്ച് മാത്രമാണ് ചിന്തിക്കുന്നത്. ഓക്കെ, അവർ നിങ്ങളെ വിട്ടിട്ട് പോയ ഓരോ ദിവസവും അവർക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ അത്രയും ശ്രമകരമായിരുന്നു. ഓക്കെ, അവർ നിങ്ങളുമായിട്ട് സ്പിരിച്വലി കണക്ട് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. നിങ്ങളുമായിട്ട് ടെലിപ്പതി കമ്മ്യൂണിക്കേഷൻ അവർക്ക് പോസിബിൾ ആകുന്നുണ്ട്. നിങ്ങളില്ലാത്ത അവസരങ്ങളിൽ പോലും അവർക്ക് നിങ്ങളുടെ പ്രസൻസ് ഫീൽ ചെയ്യുന്നുണ്ട്. ആൻഡ് യെസ്, നിങ്ങളോട് ഒരുപാട് കാര്യങ്ങൾ തുറന്നു പറയാനായിട്ട് ഈ വ്യക്തി ആഗ്രഹിക്കുന്നുണ്ട്. ഇനിയും നിങ്ങളറിയാത്ത ഒരുപാട് കാര്യങ്ങൾ ആ വ്യക്തിയുടെ ലൈഫിൽ ഉണ്ട്. അതെല്ലാം തന്നെ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുകയാണ്. അവരൊരുപാട് കൺഫ്യൂഷനിലാണ്. അവർ നിങ്ങളിലേക്ക് എത്താൻ വേണ്ടിയിട്ടുള്ള പാത്തുകൾ ചൂസ് ചെയ്യുന്നുണ്ട്. പക്ഷേ അതിലെല്ലാം തടസ്സങ്ങളാണ് അവർ നേരിട്ടുകൊണ്ടിരിക്കുന്നത്.
ഓരോ ശ്രമങ്ങളും അവർക്ക് പരാജയപ്പെടുമ്പോഴും അവർ അതിൽ നിന്നും പിന്തിരിയാതെ വീണ്ടും വീണ്ടും അവർ ഇങ്ങനെ ശ്രമങ്ങൾ തുടർന്നുകൊണ്ടേയിരിക്കുകയാണ്. മീൻസ് അവർ അത്രത്തോളം നിങ്ങളെ ലൈഫിൽ ആഗ്രഹിക്കുന്നുണ്ട്. യെസ്, അവരുടെ സിറ്റുവേഷൻ ഓരോ ദിവസവും വേസ്റ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ്. ഡേ ആൻഡ് നൈറ്റ് അവർ നിങ്ങളെക്കുറിച്ച് ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്. മാനസികമായിട്ടൊക്കെ ഒരുപാട് തകർന്നിരിക്കുന്ന ഒരു അവസ്ഥയാണ്. ഇത് കുറച്ച് പേർക്കെങ്കിലും ഇത് നിങ്ങളുടെ എനർജിയും ആയിരിക്കാം. ഓക്കെ, യെസ്, ഒരുപാട് കാര്യങ്ങൾ അവർ ചിന്തിക്കുന്നുണ്ട്. ഇൻഫിനിറ്റ് ആയിട്ടുള്ളൊരു കണക്ഷനാണ് ഇത് എന്നുള്ളത് അവർ മനസ്സിലാക്കുന്നുണ്ട്. ആൻഡ് ലൈഫിൽ ചില കാര്യങ്ങൾ ഒരുമിച്ച് കൊണ്ടുപോകാൻ ഈ വ്യക്തി ശ്രമിച്ചിരുന്നു. ചിലപ്പോഴെങ്കിലും അവർക്ക് ഒഴിവാക്കാൻ പറ്റാത്ത ഒരു റിലേഷൻഷിപ്പിലായിരിക്കാം ഈ വ്യക്തി. ചിലപ്പോൾ അതിൻ്റെ കാരണം കൊണ്ടായിരിക്കാം നിങ്ങളെ വിട്ടിട്ട് പോയിട്ടുണ്ടാവുക. അതുകൊണ്ട് തന്നെ ഇപ്പോൾ അവരുടെ ലൈഫിൽ തന്നെ ഒരു ഇംബാലൻസ് സിറ്റുവേഷൻ ഉണ്ടായിട്ടുണ്ട്. ആൻഡ് യെസ്, ഈ വ്യക്തിക്ക് പലപ്പോഴും നിങ്ങളുമായിട്ട് പാസ്റ്റ് ലൈഫ് കണക്ഷൻ ഉണ്ട് എന്നുള്ളൊരു ഫീലിങ്സ് ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇത്രയും നാളായിട്ട് സെപ്പറേറ്റഡ് ആയിരുന്നിട്ട് പോലും അവർക്ക് എപ്പോഴും നിങ്ങളുടെ സാന്നിധ്യം ഉണ്ടാവുന്നുണ്ട്. ആൻഡ് ഒരുപാട് ശ്രമങ്ങൾ റിപ്പീറ്റായിട്ട് ആ ഒരു മെസ്സേജ് തന്നെയാണ് അവർ പറയുന്നത്. അവർക്ക് പ്രതീക്ഷയില്ലാത്ത ദിവസങ്ങളിൽ പോലും, പ്രതീക്ഷയില്ലാത്ത ഓരോ അവസരങ്ങളിൽ പോലും അവർ നിങ്ങളെ അവരുടെ ലൈഫിലേക്ക് തിരികെ വരാനായിട്ട് അവർ ആഗ്രഹിക്കുകയാണ്. അതുകൊണ്ടുള്ള ശ്രമങ്ങൾ അതുകൊണ്ട് അവർ തുടർന്നു കൊണ്ടിരിക്കുകയാണ്. ആൻഡ് യെസ്, അവർ ഒരു ലൈഫ് പാർട്ട്ണറെ കുറിച്ച് ചിന്തിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ വ്യക്തി തന്നെ നിങ്ങൾ തന്നെ ആകണം എന്നവർ ആഗ്രഹിക്കുകയാണ്. നിങ്ങളുമായിട്ടൊരു ഹാപ്പി ഫാമിലി ലൈഫ് ഈ വ്യക്തി ആഗ്രഹിക്കുന്നുണ്ട്. യെസ്, ഈ ഒരു സമയത്ത് അവർ സ്ട്രോങ് ആയിട്ടുള്ള ഡിസിഷൻ എടുത്തിരിക്കുകയാണ്. അവരുടെ മുന്നിലുള്ള തടസ്സങ്ങളെല്ലാം തന്നെ മറികടക്കാനുള്ള ഒരു കഴിവുമായിട്ട് ആ വ്യക്തി മുന്നിലോട്ടൊരു സ്റ്റെപ്പ് എടുത്തിരിക്കുകയാണ്. തീർച്ചയായിട്ടും അവരതിൽ വിജയിക്കുമെന്നവർ ഉറച്ചു വിശ്വസിക്കുകയാണ്. ഓക്കെ, ഇതൊക്കെയാണ് ഈ പേഴ്സൺ നിങ്ങളോടായി പറയാൻ ആഗ്രഹിക്കുന്ന മെസ്സേജസ്. ഇനി റിലേഷൻഷിപ്പുമായിട്ട് കണക്ട് ചെയ്ത് വരുന്ന ക്ലൂസ് എന്താണെന്ന് കൂടി നമുക്ക് നോക്കാം. ലെറ്റർ എഫ്, ലെറ്റർ എ, ലെറ്റർ ടി, ലെറ്റർ ഇ, ലെറ്റർ യു, ലെറ്റർ ആർ, ലെറ്റർ എൽ, ലെറ്റർ എസ്. Number 8, number 41, number 10, number 9, 22, 19, number 7, 111 ഏഞ്ചൽ നമ്പറാണ്. 61 എന്നുള്ളൊരു നമ്പർ കിട്ടിയിട്ടുണ്ട്. 18, okay, number 2 and 28. Zodiac signs Aquarius, Libra, Taurus, Scorpio, Libra, Pisces, Leo, Sagittarius and Gemini. ബ്ലൂ കളർ ഫേവറേറ്റ് ആയിട്ടുള്ളവരുണ്ട്. ചില വാഹനങ്ങളോട് ക്രേസ് ഉള്ള വ്യക്തികളായിരിക്കാം. ഗ്രീൻ കളർ ഇഷ്ടമുള്ളവരുണ്ട്. ടോക്കറ്റീവ് ആയിട്ടുള്ളൊരു പേഴ്സണാണ്. ചാരിറ്റി ഇഷ്ടപ്പെടുന്നൊരു വ്യക്തിയാണ്. സോഷ്യൽ മീഡിയയിൽ ജോബുള്ള വ്യക്തികളോ സോഷ്യൽ മീഡിയ വഴി നിങ്ങൾ കണക്റ്റഡ് ആയിട്ടുള്ള വ്യക്തികളോ ആയിരിക്കാം. ഫെബ്രുവരി മന്ത് കിട്ടിയിട്ടുണ്ട്. 7 days ഒരു പോസിബിലിറ്റിയാണ്. വിത്തിൻ 48 hours. ഓക്കെ, മിറാക്കിൾസ്, ഈ റിലേഷൻഷിപ്പിൽ മിറാക്കിൾസ് സംഭവിക്കാനുള്ള ചാൻസസ് ആയിരിക്കാം. ആൻഡ് ഗവൺമെൻറ് സർവീസ്, ഗവൺമെൻറ് ജോബുള്ള വ്യക്തികളുണ്ടാവാം. മെഡിക്കൽ ഫീൽഡിലുള്ള വ്യക്തികളുണ്ടാവാം. ആർട്ടിസ്റ്റ് ആയിരിക്കാം. സിംഗർ ആയിരിക്കാം. ലോങ് ഹെയർ ഉള്ള വ്യക്തികളുണ്ട്. പെട്ടെന്ന് ഇമോഷണലായി പോകുന്ന ഒരു വ്യക്തിയാണ്. ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് പെട്ടെന്ന് സങ്കടം വരുന്ന, പെട്ടെന്ന് കരഞ്ഞു പോകുന്ന ഒരു ക്യാരക്ടർ നിങ്ങൾക്കോ നിങ്ങളുടെ പേഴ്സണോ ഉണ്ട്. ആൻഡ് പെറ്റ് ലവർ ആയിരിക്കാം. ഓക്കെ, പെറ്റ്സ് ഉണ്ടായിരിക്കാം.
ബേർഡ്സിനെ ഒരുപാട് ഇഷ്ടപ്പെടുന്നവരായിരിക്കാം. വൈറ്റ് ബട്ടർഫ്ലൈസ് അല്ലെങ്കിൽ വൈറ്റ് ബേർഡ്സിനെ ഇപ്പോൾ ഈ ഒരു സമയത്ത് ഈയിടെയായിട്ട് നിങ്ങൾ കൂടുതലായിട്ട് കാണുന്നുണ്ടാവാം. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് നിങ്ങളുടെ റിലേഷൻഷിപ്പുമായിട്ട് കണക്ട് ചെയ്ത് വന്നിരിക്കുന്ന ക്ലോസ്. ഈ ഒരു ക്ലോസുമായിട്ട് നിങ്ങളുടെ റിലേഷൻഷിപ്പിന് എന്തെങ്കിലും കണക്ഷൻ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ കമൻറ്റ് ചെയ്യുക. റീഡിംഗ് റെസണേറ്റ് ആവുന്നുണ്ടെങ്കിലും കമൻറ്റ് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇന്നത്തെ റീഡിംഗ് ഇവിടെ അവസാനിച്ചിരിക്കുകയാണ്. ജനറൽ റീഡിംഗ് ആയതുകൊണ്ട് എല്ലാ പേർക്കും ഒരുപോലെ റെസണേറ്റ് ആവില്ല. നിങ്ങളുടെ സിറ്റുവേഷനായിട്ട് മാച്ച് ആവുന്നുണ്ടെങ്കിൽ മാത്രം അക്സെപ്റ്റ് ചെയ്താൽ മതി, അല്ലാത്ത കാര്യങ്ങൾ വിട്ടേക്കുക. റീഡിംഗ് എല്ലാവർക്കും ഇഷ്ടമായെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യുക. ഇനി നമുക്ക് നെക്സ്റ്റ് ഒരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരെയും ബൈ ബൈ.